നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള 2 സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 3% ഇടിഞ്ഞ് 1491 ക്ലോസിംഗ് നൽകി. ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ 52 വീക്ക് ഹൈ 1830, 52 വീക്ക് ലോ 761. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ HSBC ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസിന് ഹോൾഡ് എന്ന റേറ്റിംഗും 1660 രൂപയിൽ നിന്നും 1600 രൂപയിലേക്ക് ടാർഗറ്റ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്തു. ഇവിടെ മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്ത ക്വാർട്ടർലി റിസൾട്ടാണ് കമ്പനി കാഴ്ചവെച്ചതെങ്കിലും കമ്പനിയുടെ മൊണ്ട്രയിലെ പുതിയ പ്ലാന്റ് വഴി യു കെയിലേക്കും US-ലേക്കുമുള്ള സെയിൽസ് വർദ്ധിക്കും എന്നുള്ള ആൻറ്റിസിപ്പേഷൻ്റെ പശ്ചാത്തലത്തിലാണ് ഹോൾഡ് എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. അതേസമയം പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ മോത്തിലാൽ ഒസ്വാൾ ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസിന് ബൈ എന്ന റേറ്റിംഗും 1820 രൂപയുടെ ടാർഗറ്റും നൽകി. ഇവിടെ ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കമ്പനി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ പ്രതിവർഷം ഏകദേശം $60 മില്യൺ എക്സ്പെൻസ് നടത്തുന്ന കമ്പനിയാണ്. കൂടാതെ കമ്പനി അതിൻ്റെ പ്രൊഡക്റ്റ് ഓഫ് മിക്സ് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ക്വാർട്ടർലി റിസൾട്ട് സെഷൻ മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തെങ്കിലും ഇയർ ഓൺ ഇയറിൽ സെയിൽസ് 3207 കോടിയിൽ നിന്നും 3434 കോടിയിലേക്ക് ഉയരുകയും ഓപ്പറേറ്റിംഗ് മാർജിൻ 14% നിന്നും 18% മെച്ചപ്പെടുകയും 62 കോടി രൂപയുടെ ലോസിൽ നിന്നും 384 കോടി രൂപയുടെ പ്രോഫിറ്റിലേക്ക് കമ്പനി എത്തുകയും ചെയ്തു. റീസെൻ്റ്ലി കമ്പനിയിൽ FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 20% നിന്നും 23%ലേക്കും DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 13%ലേക്കും ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന സ്റ്റോക്ക് ഇപ്പോഴും ബിയറിഷ് ട്രെൻഡിലാണ്. 1500 എന്ന സപ്പോർട്ട് സ്റ്റോക്ക് നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. ഇനി 1400 സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. വരുന്ന ട്രേഡിംഗ് സെഷനിൽ കറക്ഷനാണ് സ്റ്റോക്കിൽ സംഭവിക്കുന്നതെങ്കിൽ സ്റ്റോക്ക് ഗ്രാജ്വലി 1400 എന്ന സപ്പോർട്ടിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തേത് സെൻ ഗോൾഡ് ലിമിറ്റഡ്. കഴിഞ്ഞ ദിവസം 3%, കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് സ്റ്റോക്ക് 3% ഉയർന്ന് 1110 ക്ലോസിംഗ് നൽകി. 8000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 41.10. സെൻഗോ ഗോൾഡിൻ്റെ ഇയർ ഓൺ ഇയറിലെ റവന്യൂ ഗ്രോത്ത് 31%-അടുത്താണ്. കൂടാതെ സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് ഉയരുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം 12 മുതൽ 15% വളർച്ചയാണ് സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്തിൽ കമ്പനി നേടിയിരിക്കുന്നത്. റിറ്റെയിൽ സെയിൽസ് ഇയർ ഓൺ ഇയറിൽ 27% വളരുകയും റിറ്റെയിൽ സെയിൽസിലുള്ള ഗോൾഡിൻ്റെ സെയിൽസ് 30%, ഡയമണ്ടിൻ്റെ സെയിൽസ് 9% തുടരുകയും ചെയ്തിട്ടുണ്ട്. ക്വാർട്ടർലി റിസൾട്ടിലെ പെർഫോമൻസിൻ്റെ പശ്ചാത്തലത്തിലാണ് മോത്തിലാൽ ഒസ്വാൾ പോലുള്ള ബ്രോക്കേജ് ഏജൻസികൾ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 1400 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. സെൻഗോ ഗോൾഡ് 17% CAGR-ഓടുകൂടിയും 24% എബിറ്റയോടുകൂടിയുമുള്ള വളർച്ച 2024-27 ഫിനാൻഷ്യൽ ഇയറിൽ കാഴ്ചവെക്കും എന്നാണ് മോത്തിലാൽ ഒസ്വാളിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ സ്റ്റഡ് ജുവലറിക്കും ലൈറ്റ് വെയ്റ്റ് ജുവലറിക്കുമുള്ള ഉയർന്ന ഡിമാൻഡ് കമ്പനി കേറ്റർ ചെയ്ത് ഈ രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലെത്തിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സെൻഗോ ഗോൾഡിന് ബൈ എന്ന റേറ്റിംഗും 1400 രൂപയുടെ ടാർഗറ്റ് നൽകി. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ റവന്യൂ 31% വർദ്ധിച്ച് 15005 കോടിയായി മാറി. സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് 20% ഉയരുകയും ചെയ്തു. അതേസമയം കമ്പനിയുടെ ഗ്രോസ് മാർജിൻ 240 ബേസിസ് പോയിൻറ്റ് ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചു. കമ്പനിയുടെ എബിറ്റ 107% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 818 കോടിയായി ഉയർന്നു. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 189% വളർച്ചയാണ് കൈവരിച്ചത്. ഏകദേശം 350 കോടിക്ക് അടുത്തുള്ള പ്രോഫിറ്റ് കമ്പനി കൈവരിക്കുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ എക്സ്പാൻഷനിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. 2024-25 ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം 20ഓളം പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്തു. പ്രധാനമായും ഈസ്റ്റേൺ ഇന്ത്യയിലാണ് കമ്പനി സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യുകയും ഈസ്റ്റേൺ ഇന്ത്യയിലാണ് കമ്പനിയുടെ ഡോമിനൻസ് പൊസിഷനുള്ളത്. സ്റ്റഡഡ് ജുവലറിയിൽ കമ്പനി വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. സ്റ്റഡഡ് ജുവലറിയുടെ സെയിൽസ് 9% നിന്നും 11%ലേക്ക് ഉയർന്നിട്ടുണ്ട്. കൂടാതെ ടയർ 2, ടയർ 3, ടയർ 4 സിറ്റികളിൽ കമ്പനി ലൈറ്റ് വെയ്റ്റ് ജുവലറി ഷോറൂമുകൾ ആരംഭിക്കാനുള്ള പ്ലാനും മുന്നോട്ട് വച്ചിട്ടുണ്ട്. സെൻഗോ ഗോൾഡ് $5 ബില്യൺ ഫണ്ട് QIP വഴി ചെയ്യുകയാണ്. സെൻഗോ ഗോൾഡ് എന്ന സ്റ്റോക്കും സപ്പോർട്ടിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1120 സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1000 വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്.
1000 എന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ സ്റ്റോക്കിൻ്റെ ട്രെൻഡ് മാറാനും സ്റ്റോക്ക് ബിയറിഷ് ട്രെൻഡിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. അതേസമയം വരും ദിവസങ്ങളിൽ സ്റ്റോക്ക് 1180 മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയാണെങ്കിൽ സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇവിടെ 1280, 1400 പോലുള്ള ടാർഗറ്റുകൾ സെൻഗോ ഗോൾഡിൽ നിന്നും പ്രതീക്ഷിക്കാം. 1015 രൂപയുടെയോ അല്ലെങ്കിൽ 1000 രൂപയുടെയോ സ്റ്റോപ്പ് ലോസ് ആണ് നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്